നമസ്കാരം. ജീവിതകാലം മുഴുവനും സർക്കാർ ഉദ്യോഗസ്ഥനായി ജീവിക്കാനുള്ള അവസരമൊരുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണഗതിയിൽ വിരമിക്കൽ കാലാവധിയൊക്കെ ഈ നാട്ടിലുണ്ടെങ്കിൽ പോലും പിണറായി പ്രിയനാണെങ്കിൽ വിരമിക്കൽ എന്നൊരു കാര്യമേ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വിരമിച്ചാൽ മതി എന്നുള്ളതായിരിക്കും കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ ഇതിനെ സാധൂകരിക്കുന്നതാണ്. അതായത് ഈ മാസം 31-ന് വിരമിക്കേണ്ടിയിരുന്ന ഡോക്ടർ വി വേണുവിന് അടുത്ത പോസ്റ്റ് മുഖ്യൻ ഒരുക്കുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും സംബന്ധിച്ച പഠനവും നയരൂപീകരണവും ഒക്കെയായി ബന്ധപ്പെട്ട് കേരളം പുതിയ കമ്മീഷനെ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫയലുകൾ പരിസ്ഥിതി വകുപ്പിൽ നിന്ന് ചലിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഫയൽ ചലിച്ചു തുടങ്ങിയപ്പോഴേ ഇത് ഏതോ ചീഫ് സെക്രട്ടറിയെ ഇരുത്താനുള്ള കസേരയാണല്ലോ എന്നുള്ള സംശയവും പല ഭാഗത്തു നിന്ന് പുറത്തു വന്നിരുന്നു. അങ്ങനെ ആ കാര്യത്തിലേക്കാണ് വരുന്നത്. ആ ഒരു സീറ്റിലേക്ക് ഡോക്ടർ വേണുവിന് അവസരം ഒരുങ്ങുന്നുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ശമ്പളവും പെൻഷനും ഇദ്ദേഹത്തിന് ഇനി മുതൽ ഒരുമിച്ച് കിട്ടുമോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല എങ്കിൽ പോലും ഇങ്ങനൊരു സീറ്റ് അദ്ദേഹത്തിന് ലഭ്യമാകാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ ചീഫ് സെക്രട്ടറി VP ജോയിക്ക് ശമ്പളവും പെൻഷനും അടക്കം 6 ലക്ഷം രൂപയുടെ കസേര പിണറായി സർക്കാർ നൽകിയതുപോലെ തന്നെയാണ് ഈ നടപടി എന്നതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വേണുവിനും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാകാനുള്ള സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്നതാണ് സൂചന. അതുകൊണ്ടാണ് പറയുന്നത് ഇനി മുതൽ വിരമിക്കൽ നടപടിയൊന്നും പിണറായി സർക്കാരിന്റെ പ്രിയപ്പെട്ടവരാണെങ്കിൽ വേണ്ട എന്ന്. എന്തായാലും ഇതുകൊണ്ടൊന്നും തീർന്നോ എന്ന് ചോദിച്ചാൽ തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം വേണുവിന് ശേഷം വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി കസേര ഭാര്യ ശാരദ മുരളീധരന് നൽകാനുള്ള സാധ്യതയുമുണ്ട് എന്ന സൂചനയും പുറത്തു വരികയാണ്. ശാരദയ്ക്ക് ഈ 2025 ഏപ്രിൽ വരെ കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും കാലം ശാരദയ്ക്കും 6 ലക്ഷം രൂപയുടെ കസേര തന്നെയാണ് മുഖ്യമന്ത്രി ഒരുക്കി നൽകുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും പിൻവാതിൽ നിയമനം മറ്റു കാര്യങ്ങളിലൊക്കെ കൊണ്ട് തന്നെ ഇവിടെ ഇടത് നേതാക്കന്മാരെ കുത്തി നിറയ്ക്കുന്ന ഒരു സംവിധാനമായിരുന്നു 2 തവണത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായത്. എന്തായാലും ഈ കഴിഞ്ഞ കുറച്ചു കാലമായി ഏകദേശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ 2 വർഷത്തെ ഭരണകാലത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് സഖാക്കന്മാർക്ക് സീറ്റ് അനുവദിച്ചു നൽകുക എന്നതാണ്. പിൻവാതിൽ നിയമനമൊക്കെ ഏറ്റവും കൂടുതൽ അതിന് തന്നെയായിരുന്നു. കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം എടുത്തു നോക്കുമ്പോഴും അത് തന്നെയായിരുന്നു പ്രധാനം. അതായത് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നിരവധി സഖാക്കന്മാർക്ക് കോർപ്പറേഷനിലെ വിവിധ തലങ്ങളിലേക്ക് ജോലി നൽകാൻ വേണ്ടി പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടത്തിയതൊക്കെ നാം കണ്ടതാണ്. അതായത് ഇവിടെയുള്ള ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഇടത് നേതാക്കന്മാരുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ ആജീവനാന്തകാലം പെൻഷൻ കൊണ്ട് ജീവിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെയൊക്കെ വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യം ഇനി ഒരു 2-2.5 വർഷം കൂടെ മാത്രമേ കാണുകയുള്ളൂ. അതിനുള്ളിൽ കഴിയുന്ന സഖാക്കന്മാരൊക്കെ സ്വന്തം നില ഉറപ്പിക്കാനുള്ള പരിശ്രമത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡോക്ടർ വേണുവിന് അദ്ദേഹത്തിന് പറ്റിയ ഒരു സീറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരുക്കി നൽകുന്നു എന്നുള്ള സൂചന പുറത്തു വരുന്നത്.